നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷു ആശംസകൾ. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ശക്തമായി താഴെത്തട്ടിൽ അലയടിച്ചെന്നും UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും CPMന്റെ കണക്കൂട്ടുകൾ കെട്ടിപ്പൊക്കിയ കണക്കുകളെന്നും രമേശ് ചെന്നിത്തല. LDFന്റെ പരാജയത്തെക്കുറിച്ച് പറയാൻ സമയമുണ്ടെന്നും ക്രൈസ്തവ സഭയ്ക്കെതിരെ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കാനാവില്ലെന്നും കേരളം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയെ തർക്കമില്ലാതെ തെരഞ്ഞെടുക്കുമെന്നും രമേശ് ചെന്നിത്തല. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. സമ്പദ് സമൃദ്ധിയും സന്തോഷം നിറഞ്ഞ വിഷു ആഘോഷം നാളെ. വിഷുചന്തകളിലും പടക്ക വിപണികളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കോട് തിരക്ക്. കണിയൊരുക്കിയും വിഷുക്കൈനാട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും മലയാളികൾ ഒരിക്കൽ കൂടി വിഷു ആഘോഷിക്കും. നെല്ലറയിലും വിഷു വിപണി സജീവം. എല്ലായിടങ്ങളിലും പടക്കങ്ങളുടെ പൊടിപൂരം. ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡിനുള്ളിൽ അജ്ഞാതൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. മൃതദേഹം കാണാനായത് തലയിൽ മുറിവേറ്റ നിലയിൽ. കൊലപാതകമാകാമെന്ന് സംശയിക്കുന്നതായി പോലീസ്. തൃശ്ശൂരിൽ മത്സ്യത്തൊഴിലാളി കടലിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. മരണപ്പെട്ടത് തൃശ്ശൂർ തളിക്കുളം സ്വദേശി ദാസൻ. കടലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവത്തിനെ തുടർന്ന് സ്പീഡ് ബോട്ടിൽ കരക്കെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദേശമംഗലം കടുക്കശ്ശേരിയിൽ വയോധികയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയെ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദേശമംഗലം തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെ. സഫിയുടെ 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ്. വേങ്ങശ്ശേരി അകവണ്ട തോടിന് കുറുകെ ക്വാറിയുടമ നിർമ്മിച്ച കരിങ്കൽ റോഡ് പൊളിച്ചു നീക്കി. റോഡ് പൊളിച്ചു നീക്കിയത് CPM നേതാക്കളുമായി ഇടപെടലിനെ തുടർന്ന്. ഒരാഴ്ച മുൻപ് അമ്പലപ്പാറ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടും നടപടിയുണ്ടായില്ല. 3 പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതികൾ ഉള്ള തോട്ടിൽ റോഡ് നിർമ്മിച്ചതിനെ തുടർന്ന് ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടുകയും ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധം ഉയരുകയും ഉണ്ടായിരുന്നു. പിന്നാലെയാണ് CPM നേതാക്കളുടെ ഇടപെടൽ. പുതുശ്ശേരി മരുവക്കാട് സ്വകാര്യ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മെയ് മാസത്തിൽ വിളവെടുക്കാൻ പ്രായമായ വിവിധ ഇനങ്ങളിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപ നാശനഷ്ടമുണ്ടായതായി മികച്ച മത്സ്യ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ സുമതി മുരളീധരൻ. കനത്ത ചൂടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. ചുട്ടുപൊള്ളി നാട്. വേനൽ കടുക്കുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത് 40 ഡിഗ്രി സെൽഷ്യസ്. ചൂട് ഇനിയും കനക്കുമെന്ന ഭീതിയിൽ ജനങ്ങൾ. വേനൽ മഴ ലഭിക്കാത്തതും ആശ്വാസത്തിന് വകയില്ലാതെയായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ശക്തമായി താഴെത്തട്ടിൽ അലയടിച്ചെന്നും UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും രമേശ് ചെന്നിത്തല. CPMന്റെ കണക്കുകൾ കെട്ടിപ്പൊക്കിയ കണക്കുകളാണെന്നും LDFന്റെ പരാജയത്തെക്കുറിച്ച് പറയാൻ സമയമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ക്രൈസ്തവ സഭയ്ക്കെതിരെ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും BJPയുടെ നടപടിയെ കേരളം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. തർക്കമില്ലാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. CPMന്റെ കണക്കുകളൊക്കെ കെട്ടിപ്പൊക്കിയ കണക്കുകളാണ്. അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ 10 വർഷത്തെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ മാറ്റം സ്വാഭാവികമായും കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇവിടെയുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹവും കോൺഗ്രസ് പ്രസിഡന്റും കൂടി യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി. ഓരോ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മോണിറ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പൂർണ്ണമായ നിരീക്ഷണം, നിയന്ത്രണം ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. എത്ര സീറ്റ്? പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് നിന്നു. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണത്തിൽ ഇത്തവണ ഒരു അപാകതയുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡിനുള്ളിൽ അജ്ഞാതൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാകാമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. തലയിൽ മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശ്ശൂരിൽ മത്സ്യത്തൊഴിലാളി കടലിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. തൃശ്ശൂർ തളിക്കുളം സ്വദേശി ദാസനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്ക് മത്സ്യബന്ധനത്തിന് കടലിൽ പോയതായിരുന്നു. കടലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്. സ്പീഡ് ബോട്ടിൽ കരയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദേശമംഗലം കടുക്കശ്ശേരിയിൽ വയോധികയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വൈകുന്നേരം 7 മണിയോടെ ദേശമംഗലം തച്ചോത്ത് വീട്ടിൽ
ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഏകദേശം 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസും പറഞ്ഞു. ഞായറാഴ്ച രാത്രി 7:00-ഓടെയാണ് മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. സഫിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും വളകളും 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞതോടെയാണ് മരണം കൊലപാതകമാണെന്ന സംശയമുണർന്നത്. വിവരമറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. രാത്രിയായതിനാൽ തുടർ നടപടി സാധിക്കാത്തതിനാൽ മൃതദേഹം വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 7:00 കുന്നംകുളം SP മുരളീധരൻ, ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, SI KR ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. തുടർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ശരീരത്തിൽ കൊലപാതക ലക്ഷണങ്ങളിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ചത്. ഉച്ചയ്ക്ക് 2:00-ഓടെ ഈ വിവരം പുറത്തുവന്നു. അതേസമയം വയോധികയ്ക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് CI രാജേന്ദ്രൻ നായർ അറിയിച്ചു. 3.5 ഏക്കറോളം വരുന്ന വളപ്പിലെ ഇരുനില വീട്ടിൽ സഫിയ തനിച്ചായിരുന്നു താമസം. സുരക്ഷയെ കരുതി രാത്രി അടുത്തുള്ള ബന്ധുവീട്ടുകളിലാണ് ഉറങ്ങാൻ പോയിരുന്നത്. പുരയിടത്തിലെ തേങ്ങ കൊപ്രയാക്കിയും വെളിച്ചെണ്ണയാക്കിയും വിറ്റായിരുന്നു ഉപജീവനം. ഇത് വാങ്ങാൻ നിരവധി പേർ ഇവിടെ എത്താറുണ്ടായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം കഠിനാധ്വാനം ചെയ്താണ് ഇവർ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചത്. വീടിന് ചുറ്റും വിശാലമായ പാടശേഖരമുള്ള വിജനമായ പ്രദേശമാണിത്. മരണം കൊലപാതകമല്ലെന്ന് വ്യക്തമായെങ്കിലും സ്വർണം നഷ്ടപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ ഊർജിത അന്വേഷണം വേണമെന്നും ബന്ധു സലീം ആവശ്യപ്പെട്ടു. ആളിവിടെ ഒറ്റയ്ക്കല്ലേ താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പണിക്കാർ പലരും വരാറുണ്ട്. അത് ആരാ എന്താണെന്നുള്ളില്ല. ഇപ്പോൾ ആൾ ഒറ്റയ്ക്കല്ലുള്ള തേങ്ങ പെറുക്കി കൂട്ടാനും മറ്റുള്ള ഇതിനൊക്കെ തേങ്ങ പൊളിക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. അതൊന്നും അത്ര ഇതുണ്ടാവില്ല. പക്ഷേ ഇതേവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്ന് പേടിപ്പിക്കാൻ കൂടി ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സമ്പദ് സമൃദ്ധിയും സന്തോഷം നിറഞ്ഞ ഒരു വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. എങ്ങുമുള്ള മലയാളികളുടെ വിഷു ആഘോഷം നാളെയാണ്. പൊതുവിപണിയിലെ വിഷുചന്തകളും പടക്കച്ചന്തകളും വ്യാപാര സ്ഥാപനങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കണിയൊരുക്കിയും പടക്കം പൊട്ടിച്ചും വിഷു സദ്യ ഒരുക്കിയും എങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കും. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. വിഷു വസന്തകാലമാണ്. ഋതുരാജനാണ് വസന്തം. വസന്തകാലാരംഭമാണ് ഈ ഉത്സവത്തിൻ്റെ കവാടം. പ്രകൃതി പുഷ്പ ആഭരണങ്ങൾ ചാർത്തി വിഷുദിനം കാത്തിരിക്കുന്നു. വിഷുവിൻ്റെ വരവിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാടെങ്ങും കണിക്കൊന്നകളും പൂത്തുലഞ്ഞ് നിന്നിരുന്നു. കിളികളുടെ പാട്ട്, വൃക്ഷങ്ങൾ നിറയെ ഫലങ്ങൾ, പ്രസന്നമായ പകൽ, എവിടെയും സമൃദ്ധിയും സന്തോഷവും. ഐശ്വര്യത്തിൻ്റെ സന്ദേശം കൂടിയാണ് വിഷു. കേരളത്തിൽ ഇത് നവവത്സര ആരംഭമാണ്. ആണ്ടുപിറപ്പ് എന്നും വിഷു അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലും വിഷുദിനമാണ് നവവത്സരമായി കൊണ്ടാടുന്നത്. കാലവർഷവും ശകവർഷവും ആരംഭിക്കുന്നത് മേടവിഷു മുതൽക്കാണ്. വിഷു മേടവിഷു എന്നും തുലാം വിഷുവെന്നും രണ്ടായി പറയപ്പെടുന്നു. മേടവിഷുവാണ് മലയാളികൾക്ക് പ്രധാനം. ഭൂമിശാസ്ത്രപരമായും ജ്യോതിഷശാസ്ത്രപരമായും വളരെയധികം പ്രാധാന്യമാണ് വിഷുവിനുള്ളത്. സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് വിഷു സംക്രാന്തി. ഇതിനു പിറ്റേന്നാണ് വിഷു. കർഷകർക്ക് വയലിലേക്ക് ഇറങ്ങാം എന്ന അറിയിപ്പുമായാണ് വിഷു വരുന്നത്. വിഷു കഴിയുമ്പോഴേക്കും വയലുകളിൽ കർഷകൻ നിലമൊരുക്കി വിത്തിടൽ ആരംഭിക്കുന്നു. സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷം നിറഞ്ഞ ഒരു വിഷുവിനെ വരവേൽക്കാൻ ഇതിനകം മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങുമുള്ള മലയാളികളുടെ വിഷു ആഘോഷം നാളെയാണ്. ഇതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരുന്നു മലയാളികൾ. പൊതുവിപണിയിലെ വിഷുചന്തകളിലും പടക്കക്കടകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും രാവിലെ മുതൽക്ക് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. എല്ലാം വാങ്ങിക്കൂട്ടാനുള്ള തയ്യാറെടുപ്പിൽ. അങ്ങനെ കണിയൊരുക്കിയും പടക്കം പൊട്ടിച്ചും വിഷു സദ്യ ഒരുക്കിയും എങ്ങുമുള്ള മലയാളികൾ ഇത്തവണയും വിഷു കെങ്കേമമായി ആഘോഷിക്കും. ന്യൂസ് ഡെസ്ക് STV ന്യൂസ്. നെല്ലറയിൽ വിഷു വിപണി സജീവം. എല്ലായിടങ്ങളിലും പടക്കങ്ങളുടെ പൊടിപൂരം. പടക്കക്കടകളിൽ എണ്ണിയാൽ തീരാത്ത ഇനങ്ങൾ നിരത്തിവെച്ചത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. കർഷകരുടെയും കാർഷിക വൃത്തിയുടെയും ആഘോഷവും ആചാരവുമായ വിഷു ഉത്സവത്തിന് ജില്ലയിലെ നെല്ലറയിൽ വിപണിയിൽ വൻ തിരക്ക്. എല്ലായിടങ്ങളിലും പടക്ക വിപണിയാണ് അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടത്. നെല്ലറ പ്രദേശമായ കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ, കുത്തന്നൂർ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച വിഷു തലേന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കാണ്. പടക്കക്കളികളിൽ എണ്ണിയാൽ തീരാത്തത്ര ഇനങ്ങൾ നിരത്തിവെച്ചത് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാത്തിനും വില കൂടുതലാണെങ്കിലും അതൊന്നും വിപണനത്തെ ബാധിച്ചില്ല. വേനൽ മഴ പെയ്യാത്തത് വിഷു കച്ചവടക്കാർക്ക് ഏറെ ഉപകാരപ്രദമായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് വിഷുവിനെ ഏവരും കണക്കാക്കുന്നത്. ഗ്രാമങ്ങളിലെ ഗൃഹാതുരമായ വിഷു ഒത്തുചേരലുകളിലെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് വിഷുക്കാലം പിന്നെയും എന്ന മ്യൂസിക്കൽ ആൽബം. തൃശ്ശൂർ
തൃശ്ശൂർ DPMും സാഹിത്യകാരനുമായ ഡോക്ടർ P. സജീവ് കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ആൽബത്തിൽ ആരോഗ്യ മേഖലയിൽ നിന്ന് ഉള്ളവരും അഭിനയിച്ചിട്ടുണ്ട്. മേടമാസത്തിലെ ഗൃഹാതുരത്വം നിറയ്ക്കുന്ന വിഷുവിനെ വരവേൽക്കാൻ പ്രകൃതി ക്രിയേഷൻസ് ആണ് വിഷുക്കാലം പിന്നെയും എന്ന ആൽബം ഒരുക്കിയിട്ടുള്ളത്. ആൽബത്തിലെ വിഷുപക്ഷിയുടെ വരവും മേടക്കാറ്റും മേടക്കൊയ്ത്തും കണിക്കൊന്നയും കുട്ടികളുടെ കളികളും വിഷുക്കണിയും വിഷു കൈനീട്ടവുമെല്ലാം പുതുതലമുറയ്ക്ക് അന്യം നിന്നു പോകുന്ന ഒരു കാഴ്ചയായി മാറുകയാണ്. വിഷുപക്ഷി പിന്നെയും പൊഴിക്കുന്നു പടിപ്പുരക്കോണിൽ ഒരു പൊന്തൂവൽ. വിഷുപക്ഷി പിന്നെയും പൊഴിക്കുന്നു പടിപ്പുരക്കോണിൽ ഒരു പൊന്തൂവൽ. വിഷുക്കാലം പിന്നെയും തീർക്കുന്നു കിളിച്ചുണ്ടൻ മാവിലൊരു കളഗാനം. വിഷുപക്ഷി പിന്നെയും പൊഴിക്കുന്നു. ഗ്രാമാന്തരീക്ഷത്തിലെ ഒരു കുടുംബ പശ്ചാത്തലത്തിലായിരുന്നു ചിത്രീകരണം. പോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആൽബം പുതിയ കാലത്ത് കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം കൂടിയാണ് കൈമാറുന്നത്. തൃശ്ശൂർ, വേലൂർ, തയ്യൂർ, കിഴക്കേ പുഷ്പകത്തും പരിസരങ്ങളിലുമായിരുന്നു ചിത്രീകരണം. പാടത്തയരങ്ങേറുന്നു മേടക്കൊയ്ത്ത് കൊടിയിലായലഞ്ഞിടുന്നു മേടക്കാറ്റ്. പാടത്തയരങ്ങേറുന്നു മേടക്കൊയ്ത്ത് മുറ്റത്തായി ആമോദത്തിൽ കുഞ്ഞുങ്ങൾ തൻ കളിമേളം. കലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നൽകുന്ന പിന്തുണയാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കാതെ സാഹിത്യത്തെയും കലയെയും ചേർത്ത് പിടിക്കാൻ തന്നെ സഹായിച്ചതെന്ന് ഡോക്ടർ സജീവ് കുമാർ പറഞ്ഞു. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ സാഹിത്യവും അതുപോലെ തന്നെ കലയിലും ഒക്കെ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അക്കാദമിക് രംഗത്തോടൊപ്പം തന്നെ അതുപോലെ ജോലിയോടൊപ്പം തന്നെ ഈ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നിവർത്തിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായ ജോലിയിൽ കുറവ് വരുത്തുന്ന ഒരു രീതിയല്ല ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കലയെയും സാഹിത്യത്തെയും കൂടെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടെ നിൽക്കാനും സഹായിക്കാനും കലയെ പ്രണയിക്കുന്ന പലരുമുണ്ട്. അവരുടെയൊക്കെ സഹായ സഹകരണത്തോടു കൂടിയാണ് സമയബന്ധിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കുന്നത്. സൂരജ് സുബ്രഹ്മണ്യൻ സംഗീതവും ആസിഫ് സലീം ക്യാമറയും സുധീർ ES എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന ആൽബത്തിൽ ഡോക്ടർ P. സജീവ് കുമാറിനൊപ്പം ഡോക്ടർ രാധിക, ഡോക്ടർ ശ്രീജിത്ത് ഹരിദാസ് എന്നിവരും ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവരും അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ അനിൽ പാത്രമംഗലം, രാജേഷ് നീലകണ്ഠൻ, ദിനേശ് P, സുനിത M, R, ശ്രീരാമൻ നമ്പീശൻ, സന്ധ്യ ശ്രീരാമൻ, രാജേഷ് P, കവിത രാജേഷ് തയ്യൂർ എന്നിവരും കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളായ സൂര്യപ്രതാപ്, ശ്രീരുദ്ര, സന്തോഷ്, ദേവദത്ത് വിഷ്ണു, ഗൗരി ലക്ഷ്മി വിഷ്ണു എന്നിവരും ആൽബത്തിന്റെ ഭാഗമാണ്. ആൽബത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ഇതോടകം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വേങ്ങശ്ശേരി അകവണ്ട തോടിന് കുറുകെ ക്വാറി ഉടമ നിർമ്മിച്ച കരിങ്കൽ റോഡ് CPM നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് പൊളിച്ചു നീക്കി. ഒരാഴ്ച മുൻപ് അമ്പലപ്പാറ പഞ്ചായത്ത് റോഡ് പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. 3 പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതിയും ഉള്ള തോട്ടിൽ റോഡ് നിർമ്മിച്ചതിനെ തുടർന്ന് കുടിവെള്ള വിതരണം ഭാഗികമായി തടസ്സപ്പെടുത്തൽ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. ഇതിനു പിന്നാലെയായിരുന്നു നേതാക്കളുടെ ഇടപെടൽ. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസും അമ്പലപ്പാറ പഞ്ചായത്തിലെ CPM നേതാക്കളും രാവിലെ സ്ഥലം സന്ദർശിക്കുകയും ക്വാറി ഉടമയോട് കൈയോടെ പൊളിച്ചു നീക്കാൻ കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് റോഡിന് കുറുകെ നിർമ്മിച്ച റോഡ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. അനധികൃതമായി തോടിന് കുറുകെ റോഡ് നിർമ്മിച്ചതിനാൽ തോട്ടിലെ നീരൊഴുക്ക് കുറഞ്ഞതായും പരാതി ഉയരുകയും ചെയ്തിരുന്നു. 3 പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതികൾക്ക് ഭീഷണിയായി ഇത് മാറിയിരുന്നു. ഒരാഴ്ച മുമ്പ് അമ്പലപ്പാറ പഞ്ചായത്ത് അധികൃതർ ക്വാറി ഉടമകൾക്ക് പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം CPMന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ അകവണ്ട തോടിന് കുറുകെ ജലസംരക്ഷണ മതിൽ തീർത്ത് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. റോഡ് പൊളിച്ചതോടെ തടസ്സപ്പെട്ട വെള്ളത്തിന്റെ ഒഴുക്കും സാധാരണ നിലയിലായി. ഇത്തരം ഒരു കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് പരിശോധിക്കുന്ന ഘട്ടത്തിൽ അകവണ്ട തോടിന് കുറുകെ ഇങ്ങനെ അതിനെ വെള്ളത്തിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു കെട്ട് പണി നടത്തിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സന്ദർഭത്തിലാണ് ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയും ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ്
ഇങ്ങനെ അകവണ്ട തോടിന് കുറുകെ ഇതുപോലെയുള്ള ഒരു വെള്ളത്തിന് തടസ്സമാവുന്ന തരത്തിലുള്ള കെട്ട് പണിതതിനെ സംബന്ധിച്ചുള്ള വിവരം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ മണ്ണൂർ, അമ്പലപ്പാറ, ലക്കിടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരെല്ലാം തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരമൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽ ഈ പരാതി വന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സ്ഥലം വന്ന് സന്ദർശിച്ചത്. CPM ലോക്കൽ സെക്രട്ടറി CC രാജൻ, അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം M സുരേന്ദ്രൻ, വാർഡംഗം PC സുരേഷ് കുമാർ, NP ഗണേഷ്, P മണപ്പുള്ളി എന്നിവരും S കൃഷ്ണദാസിനൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുതുശ്ശേരി മരുവക്കാട് സ്വകാര്യ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മെയ് മാസത്തിൽ വിളവെടുക്കാൻ പാകമായ വിവിധ ഇനങ്ങളിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി മത്സ്യകർഷകയ്ക്കുള്ള അവാർഡ് നേടിയ സുമതി മുരളീധരൻ പറഞ്ഞു. കടുത്ത ചൂടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. പുതുശ്ശേരി നടുത്തറ പ്രകാശിന്റെ ഉടമസ്ഥയിലുള്ള കുളം മീൻ വളർത്താനായി മറുവക്കാട് സുമതി മുരളീധരൻ പാട്ടത്തിനെടുത്തതായിരുന്നു. മെയ് മാസത്തിൽ വിളവെടുക്കാൻ തയ്യാറായ കട്ല, റോഹു, തിലോപ്പിയ, മൃഗാല എന്നീ മത്സ്യങ്ങളാണ് ചത്തത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സുമതി മുരളീധരൻ പറഞ്ഞു. ഇവ കുളത്തിൽ നിന്നും മാറ്റാനോ പുതിയ കൃഷി ആരംഭിക്കാനും ലക്ഷങ്ങളുടെ ചിലവുണ്ട്. മികച്ച മത്സ്യകർഷകയ്ക്കുള്ള അവാർഡ് ഒട്ടേറെ തവണ നേടിയാളാണ് സുമതി. കനത്ത ചൂടാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റിടങ്ങളിലും കനത്ത ചൂട് മത്സ്യകൃഷിയെ ബാധിച്ചിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കാൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേനൽ കടുക്കുന്നു. ചുട്ടുപൊള്ളി നട 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. കഴിഞ്ഞ ദിവസം വരെ പാലക്കാട് ജില്ലയിൽ മാത്രം ചൂടിൻ്റെ താപനില. ഇനിയും ചൂട് കനക്കുമെന്ന ആവലാതിയിലാണ് ജനങ്ങൾ. വേനൽ മഴ ലഭിക്കാത്തതും നേരിയ വകയില്ലാതെയായി. ചൂടോട് ചൂട്. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളി നാട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ മാത്രം താപനില രേഖപ്പെടുത്തിയത് 40 ഡിഗ്രി സെൽഷ്യസാണ്. കനത്ത ചൂടിൽ പുറത്തിറങ്ങുന്നവരും പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും കാര്യമായി ശ്രദ്ധിക്കണം. ചൂട് ഏൽക്കാനാവാതെ പലരും കുടചൂടി നടക്കുന്ന കാഴ്ചയാണ് ടൗണിലും മറ്റും കാണാനായത്. കനത്ത ചൂടിൽ ആശ്വാസത്തിനായി കുടിവെള്ളം ലഭിക്കാൻ തണ്ണീർ പന്തലുകളെയും മറ്റും ആശ്രയിക്കുന്നവരും ഏറെയാണ്. ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും 40 ഡിഗ്രി സെൽഷ്യസിൽ ചൂടിൻ്റെ താപനില എത്തിയതിനാൽ ഇനിയും ചൂട് കടുക്കുമെന്ന ആവലാതിയിലാണ് ജനങ്ങൾ. പുഴകളും തോടുകളും കുളങ്ങളും ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളും വറ്റി വരണ്ടു തുടങ്ങി. പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും നേരിട്ടു തുടങ്ങി. വേനൽ മഴ ലഭിക്കാത്തതും നേരിയ ആശ്വാസത്തിന് വകയില്ലാതെയായി. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. അകവണ്ട വേങ്ങശ്ശേരി തോടിന് കുറുകെ റോഡ് നിർമ്മിച്ചതായ സ്ഥലം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശിച്ചിരുന്നു. തോടിന് പ്രധാനമായും കുടിവെള്ള പദ്ധതിയായ ആനക്കല്ല് കുടിവെള്ള പദ്ധതി മണ്ണൂർ പഞ്ചായത്തിൻ്റെ പരിധിയിലാണ്. റോഡ് നിർമ്മിച്ചതിനാൽ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുന്നുവെന്ന ജനങ്ങളുടെ പരാതിയിലായിരുന്നു സന്ദർശനം നടത്തിയത്. റോഡ് പൊളിച്ചു നീക്കുന്നതിന് മുൻപേ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സന്ദർശനമുണ്ടായത്. പക്ഷേ ഈ കരികല്ലിട്ട് ഇവിടെ തോട് ക്രോസായി ബണ്ട് കെട്ടിയതിൻ്റെ ഭാഗമായി താഴെ കൊട്ടക്കുന്ന് തോടിനകത്തുള്ള മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടക്കുന്ന് കുടിവെള്ള പദ്ധതിയിൽ അവിടെ 150ഓളം വീടുകളിൽ കുടിവെള്ളം കിട്ടാതെ അവിടെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. മണ്ണൂർ പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി നടപ്പിലാക്കാത്ത ഒരു വാർഡാണ് 1-ാം വാർഡ്. ആ വാർഡ് പ്രദേശത്ത് 150ഓളം വീടുകളിൽ കുടിവെള്ളം കിട്ടാത്ത വളരെ പ്രയാസം അനുഭവിക്കുന്നതാണ്. അടിയന്തരമായിട്ട് മറ്റു സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലാണ് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നു കിട്ടും. പക്ഷേ ഇവിടെ ഈ ബണ്ട് നിലനിൽക്കുന്നതുകൊണ്ട് താഴെയുള്ള തോട്ടിൽ വെള്ളം ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം പ്രയാസം മണ്ണൂർ പഞ്ചായത്തിലെ 1-ാം വാർഡ് പ്രദേശത്ത് അനുഭവിക്കേണ്ടി എന്നുകൂടി അവസരം സൂചിപ്പിക്കും. മങ്കരയിൽ ഡോക്ടർ അംബേദ്കറുടെ 135ാം ജന്മദിനം ഇറാൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു. തുടർന്ന് ഇറാൻ ഗ്രൂപ്പിൻ്റെ വനവൽക്കരണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 135 ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. റിട്ടയർഡ് SIയും പരിസ്ഥിതി പ്രവർത്തകനുമായ MK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഇന്ന് 135 വൃക്ഷത്തൈകൾ നമ്മൾ ഇവിടെ നടാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്പ്ലെൻഡിഡ് ഗാർഡൻ വെച്ചിട്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്ക് ഒരു ഇന്ത്യൻ ഭരണഘടന, ഒരു ഇന്ത്യൻ റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് ആ ഭരണഘടന നിർമ്മിച്ച ആ ശില്പിയുടെ BR അംബേദ്കറിൻ്റെ ജന്മദിനത്തിൽ തന്നെ ഈ ഒരു സംരംഭം ഇവിടെ നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കൂടാതെ ഇവിടെയുള്ള താണ സമുദായത്തിനെ അടിച്ചമർത്തിയ ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തമായി പഠിച്ച് 2 ബിരുദാനന്തര ബിരുദങ്ങളെല്ലാം നേടി. ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിജയൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുർശി, KK റഹ്മാൻ, MV രവി, മനീഷ് മങ്കര,
മൗണ്ട് സീന സ്കൂളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു. PKS ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. PKS ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VC ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR അംബേദ്കർ ജയന്തി ദിനം സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ജാതീയതകൾക്കെതിരായ PKS ഷൊർണൂർ വില്ലേജ് സെക്രട്ടറി രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. വില്ലേജ് പ്രസിഡന്റ് MK നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽ ജനിച്ച് ആ ദളിത് വിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടി അന്ത്യം വരെ അത് നേരിട്ടായാലും അത് നിയമപോരാട്ടത്തിലൂടെ ആയാലും അത് ഭരണഘടനയുടെ സംരക്ഷണമായാലും ഒക്കെ അതിന് നേതൃത്വം നൽകി ഇന്ന് ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പോരടിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജനകീയ നേതാക്കളിൽ ഒരാളാണ് അംബേദ്കർ. PKS ഏരിയ കമ്മിറ്റി അംഗം അജിത, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാമൻ, സുഭാഷ്, കുഞ്ഞേട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. വില്ലേജ് എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് പോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കദളിപ്പഴവും കണിവെള്ളരിയും ഒരുക്കി കോട്ടായി അയ്യങ്കുളത്തെ സ്വാശ്രയ കർഷക വിപണി. വിഷു തലേന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടും കച്ചവടക്കാരാലും നിറഞ്ഞു കവിഞ്ഞിരുന്നു. പതിറ്റാണ്ടുകളായി അയ്യങ്കുളത്തെ പ്രവർത്തിച്ചു വരുന്ന പൊതു സ്വകാര്യ കർഷക വിപണി കർഷകർക്ക് വലിയ ആശ്വാസമാണ്. പതിറ്റാണ്ടുകളായി അയ്യങ്കുളത്ത് പ്രവർത്തിച്ചു വരുന്ന പൊതു സ്വകാര്യ കർഷക വിപണികൾ കർഷകർക്ക് വലിയ ആശ്വാസമാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ കർഷകർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങളുമായി സ്വാശ്രയ കർഷക വിപണിയിലെത്തും. വിപണിയിലെ തൊഴിലാളികൾ ഉൽപ്പന്നങ്ങൾ തൂക്കി കണക്കാക്കി നിരത്തി വയ്ക്കും. രാവിലെ 8:30 ലേലം തുടങ്ങുമ്പോഴേക്കും ജില്ലയിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും എത്തിയിരിക്കും. ഉൽപ്പന്നങ്ങളുടെ തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലേലത്തിൽ വില നിർണ്ണയിക്കുക. ലേലം പൂർത്തിയായാൽ നിശ്ചയ ശതമാനം കമ്മീഷൻ കഴിച്ച് ബാക്കി സംഖ്യ കർഷകർക്ക് നൽകാറാണ് പതിവ്. കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കർഷക വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തും. അയ്യങ്കുളത്തെ കർഷക വിപണിയിൽ ജില്ലയുടെ പല പ്രദേശങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങളും ലേലത്തിലെടുക്കാൻ കച്ചവടക്കാരും എത്തുന്നതിനാൽ ഒഴിവു ദിവസമായ ഞായറാഴ്ച ഒഴികെ ബാക്കി ദിവസങ്ങളിലെല്ലാം രാവിലെ 7 മുതൽ 9 വരെ ഇവിടെ പൂരത്തിന് സമാനമാണ്. ഉപ്പു മുതൽ കർപ്പൂരം വരെ എന്ന ചൊല്ലുപോലെ പഴം, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ, മറ്റു ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ സുലഭമാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏകദേശം 20 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക വിപണനത്തിന് സ്വന്തമായൊരു കെട്ടിടമില്ല. ഇന്നും പ്രവർത്തിക്കുന്നത് ഒറ്റമുറി വാടക കെട്ടിടത്തിലാണ്. ഒരുപാട് കാർഷിക വിഭവങ്ങൾ ദിവസവും തോറും ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നുണ്ട്. കർഷക കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ ജൈവ വളങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപയോഗിക്കുന്ന ഈ കൃഷി സമ്പ്രദായം കേരള തനിമയുടെ ഒരു പുതുമ കൂടിയാണ്. ഇത് നിലനിൽക്കേണ്ടതും നാടിൻ്റെ ഐശ്വര്യമാണ്. കാർഷിക മേഖല ഉണരണം. അതോടൊപ്പം തന്നെ ഈ സ്വാശ്രയ സംഘങ്ങൾക്ക് സ്വന്തമായൊരു കെട്ടിടമോ അതുപോലുള്ള പ്രാഥമിക സൗകര്യങ്ങളോ നിലവിൽ ഇവിടെ ഇല്ല. അത് സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ചിറ്റൂരിൻ്റെ മണ്ണിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് കളമൊരുങ്ങുന്നു. ഗാലക്സി ക്രിക്കറ്റ് ക്ലബ്ബാണ് 4 ദിവസമായി നടക്കുന്ന ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഏപ്രിൽ 16 മുതൽ 19 വരെ ചിറ്റൂർ ബോയ്സ് മിനി സ്റ്റേഡിയത്തിലായിരിക്കും മത്സരങ്ങൾ. ഏപ്രിൽ 16 വൈകിട്ട് 5 മുതൽ സത്യൻ ആൻഡ് മുരളി മെമ്മോറിയൽ ഗാലക്സി ലെജൻഡ്സ് പ്രീമിയർ ലീഗും 17, 18, 19 തീയതികളിൽ രാഘവൻ മെമ്മോറിയൽ പ്രീമിയർ ലീഗും നടക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈസ് മണി തുകയായ 5 ലക്ഷം രൂപ ഒന്നാം സമ്മാനവും 2.5 ലക്ഷം രൂപ രണ്ടാം സമ്മാനവും നൽകും. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 12 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. 18 വൈകിട്ട് 6 കേരള രഞ്ജി താരം സച്ചിൻ ബേബി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ കായിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ടി രാജു പറഞ്ഞു. ഗാലക്സി പ്രീമിയർ ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈസ് മണി തുക രാഘവൻ മെമ്മോറിയൽ ട്രോഫി. വിന്നേഴ്സിന് 5 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 2.5 ലക്ഷം രൂപയും സെമി ഫൈനലിസ്റ്റിന് 50,000 രൂപയും ക്വാർട്ടർ ഫൈനലിസ്റ്റിന് 25,000 രൂപയും പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ടീമിന് 10,000 രൂപയും അതായത് രജിസ്റ്റർ ചെയ്ത അൺസോൾഡ് പ്ലെയേഴ്സിനും കാണികൾക്കും എല്ലാവർക്കും പ്രൈസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാൻ ഓഫ് ദ മാച്ച് കിട്ടുന്ന ആൾക്ക് ട്രോഫിക്ക് പുറമെ ഒരു 10 പ്രൈസുകളോ കൊടുത്തിട്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ എന്ന സ്ഥലത്ത് ഇത്രയും വലിയ ടൂർണമെന്റ് നടത്തുവാനുള്ള കാരണം ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന ആളുകളൊക്കെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു. ഇപ്പോഴും ക്രിക്കറ്റിന്റെ കൂടെ പോകുന്ന ആളുകളാണ്.
വാർത്താസമ്മേളനത്തിൽ സർത്താജ്, എസ് വിനീത്, രമേശ് PV എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃക്കങ്ങോട് കാളിയാർമഠം വിക്ഷുമായ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കാരുണ്യ സ്പർശം ജീവകാരുണ്യ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട 300 പേർക്ക് വിഷു കൈനീട്ടമായി പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മി, ശ്രീജ, മുൻ അംഗങ്ങളായ AP പ്രസാദ്, സുജിത് P രാജ്, ക്ഷേത്രം മഠാധിപതി കൃഷ്ണൻ കാളിയാർ, മാനേജർ ശരത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കിറ്റുകളുടെ വിതരണവും പഞ്ചായത്ത് ജനപ്രതിനിധികൾ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മനുശ്ശേരി കിള്ളിക്കാവ് പൂരമഹോത്സവം വിവിധ പരിപാടികളോടെ ഏപ്രിൽ 25-ന് ആഘോഷിക്കുമെന്ന് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15-ന് തോൽപ്പാവ് കൂത്ത് തുടങ്ങുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 15-ന് തോൽപ്പാവ് കൂത്തിന് തുടക്കമാകും. വൈകിട്ട് 7-ന് ഗാനമേള നടക്കും. 16-ന് വൈകിട്ട് 6:30-ന് നിഷ പ്രമോദ് നയിക്കുന്ന പ്രണിതം മ്യൂസിക് ഹാർമണിയുടെ സംഗീത വിരുന്ന്. 7-ന് മനശ്ശേരി കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ചരിത്രം പറയാൻ മറന്നത് നാടകം. 17-ന് വൈകിട്ട് 7-ന് കൊടിയേറ്റം. തുടർന്ന് ഗാനമേള നടക്കും. 18-ന് വൈകിട്ട് 7-ന് കലാമണ്ഡലം കൃഷ്ണശ്രീയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. തുടർന്ന് മാജിക് ഷോ. 19-ന് വൈകിട്ട് 7-ന് നാടൻപാട്ട്. തുടർന്ന് കൽപ്പാത്തി ബാലകൃഷ്ണൻ, പനമണ്ണ ശശി, ശുഗപുരം ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക. 20-ന് വൈകിട്ട് 7-ന് ഗാനമേള. രാത്രി 10-ന് പഞ്ചതായമ്പക. 21-ന് വൈകിട്ട് 7-ന് ഗാനമേള. രാത്രി 10-ന് ട്രിപ്പിൾ തായമ്പക. 22-ന് വൈകിട്ട് 6:30-ന് തിരുവാതിരക്കളി. 7-ന് നൃത്തനൃത്യങ്ങൾ. 23-ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി. 24-ന് വൈകിട്ട് 7-ന് ആശാ സുരേഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതാർച്ചന എന്നിവ നടക്കും. പൂര ദിവസമായ 25-ന് വൈകിട്ട് 5 മണി മുതൽ കാവിലേക്ക് വിവിധ വേല കമ്മിറ്റികളുടെ വേലവരവ്. തുടർന്ന് 7 മണി മുതൽ 8:30 വരെ മേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 10-ന് മട്ടന്നൂർ ശ്രീരാജ്, ചെറുതാഴം ചന്ദ്രൻ, പോരൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീകാന്ത്, ചിറക്കൽ നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചതായമ്പകയും ഉണ്ടാകും. എല്ലാ ദിവസവും വൈകുന്നേരം ലഘുഭക്ഷണം കൂത്തിനോടനുബന്ധിച്ചുണ്ടാവുന്നതാണ്. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കും അന്നദാനം ഉള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന തായമ്പകളാണ്. 2 ത്രിപിൾ തായമ്പകയും 2 പഞ്ചതായമ്പകയും ഉണ്ട്. അതിൽ പൂരം ദിവസം നടക്കാൻ പോകുന്ന പഞ്ചതായമ്പക വളരെ എടുത്തു പറയേണ്ടതെന്നാണ്. കുറെ കാലത്തിന് ശേഷമാണ് പോരൂർ ഉണ്ണികൃഷ്ണൻ, ചെറുതാഴം ചന്ദ്രൻ, മട്ടന്നൂരിൻ്റെ 2 മക്കളും ചിറക്കൽ നിതീഷും ഒന്നിച്ച് കൊട്ടാൻ പോകുന്നത്. അത് ഞങ്ങൾക്ക് എടുത്തു പറയാവുന്ന ഒരു ചെറിയ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു തായമ്പകയായിരിക്കും. പിന്നെ യൂഷ്വലി ഉള്ള വേറെ 2 ത്രിപിൾ തായമ്പക. അതിൽ മേളപ്രമാണികളായിട്ടുള്ള എന്താ പറയുക ശശി, ശുഗപുരം ദിലീപ്, കൽപ്പാത്തി ബാലകൃഷ്ണൻ തുടങ്ങിയ. പ്രസിഡന്റ് പുതുപ്പറമ്പിൽ രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് കെ സോമസുന്ദരൻ, ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് വടക്കൂട്ട്, N കൃഷ്ണൻകുട്ടി നായർ, വിജയൻ മുല്ലശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ഇമ്മാനുവൽ സിൽസിൽ വിഷു ഈസ്റ്റർ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിലിനോടനുബന്ധിച്ച് നടത്തുന്ന ഡെയിലി നറുക്കെടുപ്പ് സമ്മാന പദ്ധതിയിൽ സമ്മാന അർഹരായവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KVS പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ്, വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരിമഠം എന്നിവരാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. പട്ടാമ്പി ഇമ്മാനുവൽ സിൽസിൽ വിഷു ഈസ്റ്റർ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ അനുബന്ധിച്ച് നടത്തിയ ഡെയിലി നറുക്കെടുപ്പ് സമ്മാന പദ്ധതിയിൽ സമ്മാന അർഹരായവർക്കുള്ള സമ്മാനങ്ങൾ ഷോറൂമിൽ വിതരണം ചെയ്തു. പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ്, വനമിത്ര അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തനവുമായ മുരളീധരൻ വേളേരിമഠം എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓരോ ഫെസ്റ്റിവൽ സീസണിലും പ്രത്യേകം സമ്മാന പദ്ധതികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാനും, എന്നാൽ അത് ആ പദ്ധതി തീരുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായി അതിൻ്റെ സമ്മാന നറുക്കെടുപ്പ് നടത്തി അതിൻ്റെ വിതരണം നടത്തുന്ന ഒരു പ്രവർത്തനവുമാണ് ഇമ്മാനുവൽ സിൽക്സ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിഷു ഈസ്റ്റർ സമ്മാന പദ്ധതിയുടെ ഭാഗമായി നടന്ന നറുക്കെടുപ്പിൻ്റെ ഭാഗമായുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഒരു
സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ ഇവിടുത്തെ സ്റ്റാഫുകളും തന്നെയാണ് ഇവിടെ വരുന്നവർക്ക് വീണ്ടും വീണ്ടും വരാൻ ഉതകുന്ന രീതിയിലുള്ള സമ്മാനങ്ങൾക്കപ്പുറം നൽകുന്ന സമ്മാനങ്ങൾക്കപ്പുറം അവരെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ സ്റ്റാഫുകളടക്കമുള്ള ആൾക്കാർ തന്നെയാണ്. പദ്ധതിയിൽ വിജയികളായ അനാമിക നിലമ്പൂർ, റിൻഷി ആറങ്ങോട്ടുകര, ആരവ് നടുവട്ടം, സംഗീത ഷൊർണൂർ എന്നിവർക്കാണ് സമ്മാനങ്ങൾ നൽകിയത്. ചടങ്ങിൽ ഷോറൂം മാനേജർ മൊബേഷ്, സ്റ്റാഫ് പ്രതിനിധികളും പങ്കെടുത്തു. പൗരാണിക വസ്ത്രസങ്കല്പങ്ങൾക്ക് ആധുനികതയുടെ കയ്യൊപ്പ് ചാർത്തിയ ഫാഷൻ വസ്ത്രങ്ങൾ അവതരിപ്പിച്ച ഇമാനുവൽ സിൽക്സ് പുതിയ ബിസിനസ് സീസണ് ആരംഭം കുറിച്ചു. വിഷു, ഈസ്റ്റർ, ഹാർമണി ഫിയസ്റ്റ, ബിഗ് സെയിൽ എന്ന പേരിൽ ആരംഭിച്ച സെയിലിൽ വൈവിധ്യങ്ങളും പുതുമകളും നിറഞ്ഞ വസ്ത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിപണിയിൽ ലഭ്യമായ ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നതിലൂടെ കസ്റ്റമർക്ക് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ മികച്ച വിലയിൽ മികച്ച കസ്റ്റമർ സർവീസോടുകൂടി കസ്റ്റമർക്ക് നൽകാൻ കഴിയുന്നു എന്നതാണ് ഇമാനുവൽ സിൽക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1999 രൂപ മുകളിൽ തുടങ്ങുന്ന കല്യാണ സാരി മുതൽ 199 രൂപയുടെ ഡെയിലി വെയർ സാരിയിൽ വരെ ഇമാനുവൽ സിൽക്സിൻ്റെ ക്വാളിറ്റി കസ്റ്റമർക്ക് അനുഭവവേദ്യമാകുന്നു. മേടമാസത്തിലെ വിഷുവിനെ വരവേൽക്കാനായി ഒരുങ്ങുന്നവർക്ക് സെറ്റ് സാരികളുടെയും സെറ്റ് മുണ്ടുകളുടെയും പൗരാണികവും ആധുനികവുമായ അതിശയിപ്പിക്കുന്ന ശേഖരമാണ് ഇവിടെ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്. ഈസ്റ്റർ ആഘോഷവേളകൾക്ക് മാറ്റുകൂട്ടുവാൻ സോഫ്റ്റ് സിൽക്സിൻ്റെയും ടെസർ സിൽക്സിൻ്റെയും വിപുലമായ ശേഖരമാണ് ഇമാനുവലിൽ ഒരുക്കിയിരിക്കുന്നത്. ഏത് ആഘോഷവേളകൾക്കും അനുയോജ്യമായ സൽവാർ സൂട്ടുകളുടെയും മെറ്റീരിയലുകളുടെയും ടോപ്പുകളുടെയും മികച്ച കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാർക്കറ്റിലെ ഏറ്റവും പുതുപുത്തൻ കുർത്തികളുടെയും കോഡ് സെറ്റുകളുടെയും മറ്റാർക്കും നൽകാനാവാത്ത വിലയിൽ ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ നൽകാൻ കഴിയുന്നു എന്നതാണ് കസ്റ്റമേഴ്സിനെ ഇമാനുവൽ സിൽക്സിനെ പ്രിയപ്പെട്ട പർച്ചേസിംഗ് കേന്ദ്രമാക്കി മാറ്റുന്നത്. കൂടാതെ പിഞ്ചോമനകൾക്ക് ഭംഗി പകരുന്ന കുഞ്ഞുടുപ്പുകൾ മുതൽ ടീനേജിന് അനുയോജ്യമായ ട്രെൻഡി കളക്ഷൻസും ഇമാനുവൽ സിൽക്സിൻ്റെ പ്രത്യേകതയാണ്. ലോകോത്തര വസ്ത്ര ബ്രാൻഡുകളായ US പോളോ, ലൂയിസ് ഫിലിപ്പ്, ബേസിക്സ്, അലൻ സോലി, പീറ്റർ ഇംഗ്ലണ്ട് എന്നിവയുടെ മറ്റെങ്ങും ലഭിക്കാത്ത എക്സ്ക്ലൂസീവ് കളക്ഷനാണ് കസ്റ്റമേഴ്സിനായി നൽകുന്നത്. കൂടാതെ 99 രൂപ മുതൽ ആരംഭിക്കുന്ന ഡെയിലി വെയറിൻ്റെയും ഹാൻഡ്ലൂമിൻ്റെയും കളക്ഷനുമായി എക്കണോമിക് നോൺ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. വിഷു, ഈസ്റ്റർ, ഹാർമണി ഫിയസ്റ്റയുടെ ഭാഗമായി ദിവസ നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും ഓരോ സമ്മാനങ്ങൾ കസ്റ്റമേഴ്സിനായി നൽകുന്നു. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, എയർ ഫയർ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ സമ്മാനങ്ങളാണ് കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത്. സമ്മാന കൂപ്പൺ പൂരിപ്പിച്ച് കാത്തിരിക്കാതെ ദിവസവും നറുക്കെടുപ്പ് നടത്തി ദിവസവും സമ്മാനം നൽകുക എന്നതാണ് ഈ സമ്മാന പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നാളിതുവരെ കസ്റ്റമേഴ്സിന് നൽകിയ നിസ്സീമമായ സ്നേഹത്തിനും സഹകരണത്തിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ മാനേജ്മെൻറ്റ് കസ്റ്റമേഴ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. കുറേ കൂപ്പൺ എഴുതി കൊടുത്തിട്ടുണ്ട് വേറെ കടകളിലൊക്കെ, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു കടയിൽ നിന്ന് കിട്ടുന്നത്. വളരെ സന്തോഷം. സ്ഥാപനത്തെ കുറിച്ച് എന്ത് പറഞ്ഞു? ഈ ഇമാനുവലിൽ ഈ ഒരു പരിപാടി നടത്തിയ വളരെ അടിപൊളിയാണ്. സ്റ്റാഫുകൾക്കെല്ലാം കാരണം ഇമാനുവൽ സിൽക്സ് പണ്ട് ബെൻസ് കാർ കൊടുത്തതിന് ആ സമയത്ത് തന്നെ നമ്മൾ ആലോചിച്ചിരുന്നു ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്ന്. ഞങ്ങളൊരു ഫാമിലി അടക്കം തീർത്ഥയാത്ര തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ വീട് വഴിക്കടവിലാണ്, നിലമ്പൂരാണ്. അപ്പോൾ ഈ ഓൺ ദ വേയിൽ കയറി പർച്ചേസ് ചെയ്തു. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ് നല്ല സഹകരണമായിരുന്നു. നമ്മൾ ഒരു ഷർട്ട് എടുക്കാൻ തീരുമാനിച്ചു, 4 ഷർട്ട് ഒപ്പിച്ചെടുത്തു. പക്ഷേ അവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇത് പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം കിട്ടി. ഇനി വീണ്ടും വീണ്ടും ഇമാനുവൽ സിൽക്സ് ഉയരങ്ങൾക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ്. സെലക്ഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. ഞാനിപ്പോൾ കഴിഞ്ഞ തവണ വന്നു എന്ന് പറയുന്നത് അനിയൻ്റെ ബ്രദറിനോടെ കല്യാണ പർച്ചേസിന് വേണ്ടിയിട്ടാണ് വന്നത്. അന്ന് ഞാൻ ഒരു സെപ്പറേറ്റ് സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനാണ് എനിക്ക് ഗിഫ്റ്റ് വീണത്. മോതിരെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടെ ഇപ്പോൾ 2-3 തവണയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കല്യാണ പർച്ചേസിനായിട്ട് വന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഷാൾ എടുക്കാൻ മാത്രമായിട്ട് കയറിയതാണ്. അതിലാണ് ഇപ്പോൾ എനിക്ക് ലക്കി ഡ്രോ കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഇവിടുത്തെ എല്ലാവരും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലതാണ്. എല്ലാവരും ഇവിടെ വരണം. ഒരുപാട് സന്തോഷം. എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റാണിത്. ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഇമാനുവൽ സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷം. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. കോട്ടായി മാങ്കാവെ പരേതനായ വേലാതിൻ്റെ ഭാര്യ പൊന്നുകുട്ടി നിര്യാതയായി. 90 വയസ്സായിരുന്നു. മക്കൾ മണി, ഭാസ്കരൻ, രവി, പ്രേമ, ശ്യാമള. മരുമക്കൾ ശാരദ, വിജയലക്ഷ്മി, തങ്കമണി, ഉണ്ണികൃഷ്ണൻ. പരേതനായ ചിന്നപ്പൻ. ഇനി മാറ്റൊലി കാണാം. 33% സ്ത്രീ സംവരണം പാസ്സാക്കുന്നതിനായി പാർലമെൻറ്റ് ഉടൻ ചേരുകയാണ്. അതേസമയം
സ്ത്രീ സംവരണ ബിൽ പാസ്സാക്കുകയല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും മണ്ഡല പുനർനിർണയമാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. ഈ നിലപാടുകളെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. സ്ത്രീകൾക്ക് 35% സംവരണം എന്നുള്ളത് തീർത്തും ഐതിഹാസികമായുള്ള ഒരു മുന്നേറ്റമായിട്ടാണ് ഇന്ത്യൻ ഡെമോക്രസിയിലെ നമ്മൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ബില്ല് വരുമ്പോൾ, ലോക്സഭയിൽ അത്തരം ഒരു ബില്ല് വരുമ്പോൾ നമ്മൾ അതിന് പരിപൂർണമായും അംഗീകാരവും അതുപോലെ വലിയ രീതിയിലുള്ള സപ്പോർട്ടും നൽകണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് ധൃതി പിടിച്ച് ശരിയായ പഠനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു 35% സ്ത്രീ സംവരണം എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ വിജയ ലക്ഷ്യത്തിന് വേണ്ടി കോൺഗ്രസും മറ്റു മുന്നണികളും ജയിച്ചു വരുന്ന സീറ്റുകളെല്ലാം തന്നെ പരിപൂർണമായി അവർക്ക് മേധാവിത്വമുള്ള സീറ്റുകൾ ഈ സ്ത്രീപക്ഷത്തേക്ക്, സംവരണ പക്ഷത്തേക്ക് മാറ്റിയെടുക്കും എന്ന ചിന്തയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ് പ്രത്യക്ഷമായ ഒരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് സീറ്റ് വിഭജനം BJPക്ക് അനുകൂലമാക്കി, ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമാക്കി ചെയ്യാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ധൃതി പിടിച്ച് ഈ സ്ത്രീ സംവരണ ബിൽ എന്നുള്ളത് ഇത് നടപ്പാക്കുന്നത്. ഇനി നമുക്ക് നിയമസഭയിലും ലോക്സഭയിലും എല്ലാം തന്നെ 35% സ്ത്രീകൾ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു വലിയ മുന്നേറ്റം നമുക്ക് ഡെമോക്രസിയിലെ കാണാൻ കഴിയും എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. വനിതാ സംവരണ ബില്ലെന്ന പേരിൽ ശരിക്കൊരു പുരുഷ സംവരണ ബില്ലാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു കണക്ക് തരാം. നിലവിൽ 540 പാർലമെൻറ്റ് സീറ്റാണ് ഉള്ളത്. അതിൽ 33% സ്ത്രീകൾക്ക് ആത്മാർത്ഥമായി മാറ്റിവെക്കുകയാണെങ്കിൽ 178 സീറ്റ് വനിതകൾക്ക് കിട്ടണം. ബാക്കി 362 സീറ്റ് പുരുഷന്മാർക്കും കിട്ടണം. എന്നാൽ സീറ്റുകളുടെ എണ്ണം 816 വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി കൂടുന്നില്ല. ഏകദേശം 300-നടുത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്ക് 178 എന്നുള്ളത് ഒരു 91 സീറ്റ് കൂടിയിട്ട് ഒരു 269 സീറ്റ് വരെ കിട്ടുന്നത് കണക്കാക്കാം. പുരുഷന്മാർക്കോ 362 സീറ്റ് നിലവിൽ കിട്ടേണ്ടത് 185 കൂടി 547 പുരുഷന്മാരായി കൂടാൻ പോവുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു ദുരന്തം എന്താണ്? വൻ സാമ്പത്തിക ഭാരം ഇന്ത്യക്ക് ഉണ്ടാകാൻ പോവുകയാണ്. 540 MP-മാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, ഫണ്ടുകൾ 816 പേർക്ക് കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് കോടിക്കണക്കിന് രൂപ ദുർവ്യയം ചെയ്യുന്നൊരു നടപടിയായിട്ടാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത് സ്ത്രീ സംവരണം എന്ന പേരിൽ പുരുഷ ആധിപത്യത്തിൻ്റെ ഒരു ബില്ലായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ശക്തമായി താഴെത്തട്ടിൽ അലയടിച്ചെന്നും UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും CPMന്റെ കണക്കൂട്ടുകൾ കെട്ടിപ്പൊക്കിയ കണക്കുകളെന്നും രമേശ് ചെന്നിത്തല. LDFന്റെ പരാജയത്തെക്കുറിച്ച് പറയാൻ സമയമുണ്ടെന്നും ക്രൈസ്തവ സഭയ്ക്കെതിരെ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കാനാവില്ലെന്നും കേരളം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയെ തർക്കമില്ലാതെ തെരഞ്ഞെടുക്കുമെന്നും രമേശ് ചെന്നിത്തല. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. സമ്പദ് സമൃദ്ധിയും സന്തോഷം നിറഞ്ഞ വിഷു ആഘോഷം നാളെ. വിഷുചന്തകളിലും പടക്ക വിപണികളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കോട് തിരക്ക്. കണിയൊരുക്കിയും വിഷുക്കൈനാട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും മലയാളികൾ ഒരിക്കൽ കൂടി വിഷു ആഘോഷിക്കും. നെല്ലറയിലും വിഷു വിപണി സജീവം. എല്ലായിടങ്ങളിലും പടക്കങ്ങളുടെ പൊടിപൂരം. ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡിനുള്ളിൽ അജ്ഞാതൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. മൃതദേഹം കാണാനായത് തലയിൽ മുറിവേറ്റ നിലയിൽ. കൊലപാതകമാകാമെന്ന് സംശയിക്കുന്നതായി പോലീസ്. തൃശ്ശൂരിൽ മത്സ്യത്തൊഴിലാളി കടലിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. മരണപ്പെട്ടത് തൃശ്ശൂർ തളിക്കുളം സ്വദേശി ദാസൻ. കടലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവത്തിനെ തുടർന്ന് സ്പീഡ് ബോട്ടിൽ കരക്കെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദേശമംഗലം കടുക്കശ്ശേരിയിൽ വയോധികയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയെ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദേശമംഗലം തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെ. സഫിയുടെ 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ്. വേങ്ങശ്ശേരി അകവണ്ട തോടിന് കുറുകെ ക്വാറിയുടമ നിർമ്മിച്ച കരിങ്കൽ റോഡ് പൊളിച്ചു നീക്കി. റോഡ് പൊളിച്ചു നീക്കിയത് CPM നേതാക്കളുമായി ഇടപെടലിനെ തുടർന്ന്. ഒരാഴ്ച മുൻപ് അമ്പലപ്പാറ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടും നടപടിയുണ്ടായില്ല.
3 പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതികൾ ഉള്ള തോട്ടിൽ റോഡ് നിർമ്മിച്ചതിനെ തുടർന്ന് ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടുകയും ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധം ഉയരുകയും ഉണ്ടായിരുന്നു. പിന്നാലെയാണ് CPM നേതാക്കളുടെ ഇടപെടൽ. പുതുശ്ശേരി മരുവക്കാട് സ്വകാര്യ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മെയ് മാസത്തിൽ വിളവെടുക്കാൻ പ്രായമായ വിവിധ ഇനങ്ങളിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപ നാശനഷ്ടമുണ്ടായതായി മികച്ച മത്സ്യ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ സുമതി മുരളീധരൻ. കനത്ത ചൂടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. ചുട്ടുപൊള്ളി നാട്, വേനൽ കടുക്കുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത് 40 ഡിഗ്രി സെൽഷ്യസ്. ചൂട് ഇനിയും കനക്കുമെന്ന ഭീതിയിൽ ജനങ്ങൾ. വേനൽ മഴ ലഭിക്കാത്തതും ആശ്വാസത്തിന് വകയില്ലാതെയായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.